പൃഥ്വിരാജിൻ്റെ ആടുജീവിതം പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിലെ യഥാർത്ഥ നായകനായിട്ടുള്ള നജീമിക്കെ തേടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ആറാട്ടുപുഴയിലാണ്. മീൻപിടുത്തക്കാരനാണ് ഇപ്പോൾ നജീബിക്ക. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഈ തൊഴിൽ ഈ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് മുമ്പുള്ളൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ഇപ്പോൾ ബ്ലസ്സി, പൃഥ്വിരാജ്, ബെന്യാമിൻ ടീമിൻ്റെ സിനിമയായിട്ട് പുറത്തു വരുന്നത്. വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് സാർ സിനിമയിലൂടെ ഈ ലോകം മൊത്തം അറിയിപ്പിക്കാൻ പോവാണ്. ലോകത്തുള്ള എല്ലാവർക്കും ഞാനന്ന് അവിടെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. ഒരു വിവരം ഇല്ലെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ ഓർത്ത് മരിക്കാം എന്ന് ഓർത്തു. ജീവിച്ചിരുന്നതിനെ ആൾ തിരിച്ച് വരുത്തുമില്ല, നമ്മളും ജീവിച്ചിട്ട് എന്താ അന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർത്തൊരു കുഞ്ഞുണ്ടല്ലോ വയറ്റിൽ, അതിനെ നശിപ്പിക്കേണ്ടാലോ എന്ന് ഓർത്ത് വീണ്ടും പിടിച്ചു നിന്ന്. ആടിനെ ആട്ടുംകുട്ടി എൻ്റെ മക്കളെ പോലെ ഞാനും ഇങ്ങനെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്ത് ആടിൻ്റെ കൂടെ ഉള്ള ജീവിതം, ആടും ഞാനുമുള്ള ജീവിതമായി. പിന്നെ അതിനെക്കൊണ്ടൊരു സന്തോഷം മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ കരയും. അത് കരയും. അതിനിടയ്ക്കൂടെ ഓടി 1.5 ദിവസം ഓടി പിറ്റേന്നതാണ്ട് ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് റോഡ് കാണുന്നത്. പക്ഷെ ഇത്രയും ദൂരം ഓടിയത് നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് മരിച്ച് ജീവിച്ച് വരുന്ന ഒരാൾ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിലല്ലേ വരുന്നത്. പേടിച്ചായിട്ട് കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞ് കൊന്നില്ലെങ്കിൽ അവനെന്നെ അടിക്കും. നമുക്ക് പിന്നെ അവൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ എന്തും. ആ പാമ്പ് എങ്ങനെയും കടിച്ച് മരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ എത്ര ദിവസം കിടന്നിട്ടുണ്ടെന്ന് അറിയാം ആ മണ്ണിൽ. അത്രയ്ക്ക് ഞാനങ്ങ് ഇതായി. എന്നിട്ട് പാമ്പിന് പോലും അന്ന് നമുക്ക് നമ്മളെ വേണ്ടായിരുന്നു. ഒരു വട്ടം പോലും കുളിച്ചില്ല. പിന്നീട് കുളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ദേഷ്യമാണ്. അവന് അതുപോലത്തെ ഒരു ഭീകര രീതിയെ പോലെ ഇരിക്കുക അയാൾ. കുളിയും നനയില്ല, ഒരു കറുത്ത ഒരു കപ്പ പോലത്തെ സാധനം ഇട്ടുകൊണ്ട് അവന് 9 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ ജീവിതം നല്ല അടിപൊളി ജീവിതമായിരുന്നു. ഈ ഓരോ ആടിനെ കളറനുസരിച്ച് പിടിക്കാൻ പറയും. ഇപ്പോൾ കറുത്തേനെ പറയുമ്പോൾ ഞാൻ വെളുത്തേനെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ അടി എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം പെട്ടെന്ന് ഞാൻ അടി പേടിച്ചെല്ലാം പഠിച്ച് ഈ നോവലോടുകൂടി തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇനിയിപ്പോൾ ഈ പടം കൊണ്ട് ഇറങ്ങിയപ്പോൾ ഇതിനെക്കാട്ടി വലിയ ഇതായിട്ട് വരുമല്ലോ. ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ ശ്രീ നജീബാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സിനിമയാകുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതും പൃഥ്വിരാജ് അഭിനയിക്കുക, ബ്ലസ്സിയെ പോലൊരു സംവിധായകൻ അതിനകത്ത് വർക്ക് ചെയ്യുക, അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമല്ലേ? അതെ. ഞാനിപ്പോൾ അത് പോയി കുറച്ചൊക്കെ കണ്ടതായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് അന്നത്തെ ആ കാര്യങ്ങളൊക്കെ നല്ല അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് ഒരു ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജനങ്ങൾ, ഞാനന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾ സിനിമയിലൂടെ കാണാൻ പോവാണ്. പൃഥ്വിരാജ് സാറിന് നല്ല നടനെ വെച്ചവർ ഈ പടം എൻ്റെ വേഷം, അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ 1993 ഗൾഫിലേക്ക് പോകുന്നത് മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് വസ്തു വിറ്റിട്ടാണ് അവിടേക്ക് പോകുന്നത്. 5 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ചെല്ലുന്ന സമയത്താണ് ഈ അറബി മാറിപ്പോകുന്നത്. അതെ, അവിടെ ചെന്നിറങ്ങി വേറെ ഒരാൾ ഇറങ്ങി വന്ന് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചാൽ ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ അന്ന് എനിക്ക് അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അന്നിത് ഗൾഫിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയി. 5 സെന്റ് സ്ഥലവും ഒരു വീടുമൊക്കെ എവിടെയെങ്കിലും വെക്കണമെന്നൊക്കെയുള്ള ചിന്തയിൽ ഞാൻ പോയതാണ്. സന്തോഷത്തോട് കാശുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പോയി നമ്മുടെ വിധിയെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അവിടെ ചെന്നപ്പോഴൊന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബോംബെ നിന്നാണ് കയറി പോയത്. ബോംബെൻ്റെ അടുത്തുള്ള അപ്പുറത്തുള്ളൊരു പയ്യനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബോംബെന്ന് കയറുമ്പോൾ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് വേറെ സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പം ഞാനവിടെ ഇറങ്ങി, അവൻ വേറെ സ്ഥലത്തേക്കും പോയി. അങ്ങനെയാണ് ഞാനവിടെ ഇറങ്ങിയതായിട്ട് ഇവിടെ അറിയുന്നത്, നാട്ടിലറിയുന്നത്. പിന്നെ ഇങ്ങനെ ഇറങ്ങി ഒരാൾ വന്ന് ഒരു അറബിയെന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോയതാണ്. പോയി മരുഭൂമിയിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അല്ലാതെ വേറെ ഒരു ബിൽഡിങ് പോലും ഞാൻ കണ്ടിട്ടില്ല. എയർപോർട്ടിൻ്റെ അവിടെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. വെറും മരുഭൂമി കൂടെ പോകുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിങ്ങനെ ഒരുപാട് ഓടണം വണ്ടി. രാത്രിയായിരുന്നു അത്. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു 10-700 ആടും 20 ഒട്ടകവും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേനും എൻ്റെ വയറ്റിലിങ്ങനെ തീ കത്തുകയായിരുന്നു. എന്താണെന്നില്ലാത്തൊരു വെപ്രാളമാണ്. കാരണം ഞാൻ പെട്ടുപോകുന്നതിന് എൻ്റെ മനസ്സിലായി. അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് മുമ്പേ അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എനിക്ക് അനുഭവമായി എന്നും പറഞ്ഞുള്ളൊരു എൻ്റെ മനസ്സാകപ്പാടങ്ങ് പതറിപ്പോയി മൊത്തം. അങ്ങനെ ഞാൻ അന്നേരം തന്നെ കരയാൻ തുടങ്ങി. പിന്നെ അന്നേരം ഞാൻ നോക്കുമ്പോൾ ഒരു ഭീകരം പോലെ ഒരാൾ അവിടെ നിൽക്കുന്നു. ഈ ജോലിക്ക് നിന്ന ആളാണ്. ഏതൊരു രാജ്യക്കാരനായാലും. അന്ന് എത്ര വയസ്സായിരുന്നു? 30 വയസ്സോളമുണ്ട്.
പോകുമ്പോൾ. കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പം ഗർഭിണി 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇതുപോലെ ഈ കാണുന്നു, ഇങ്ങനെ ഇതുപോലെ കാണുന്നു. അപ്പം തന്നെ ഞാൻ ആകെപ്പാട് വരണ്ട എൻ്റെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അന്നേരം, ആ സമയത്ത് അമ്മയായപ്പോൾ. അങ്ങനെ അവിടെ ചെന്ന് പാസ്പോർട്ട് ഇയാൾ എൻ്റെ അവിടെ വെച്ച പാസ്പോർട്ട് അങ്ങ് വാങ്ങിച്ചു. ഞാൻ അവിടെ ചെന്ന് ഞാൻ കരഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് അന്നേരം ദേഷ്യമായി കരയുന്ന കണ്ടിട്ട്. എന്ത് ചെയ്യാനാ, ഈ ആടിനെ ഈ ഒട്ടകവും ഈ ആളെല്ലാം ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യാത്ത സങ്കടമാണ്. ഞാൻ അലറി വിളിക്കുമായിരുന്നു. ആര് കേൾക്കാനാണ് വിളിച്ചത്? ആട് കേൾക്കും, അല്ലാതെ ആര് കേൾക്കാൻ. അങ്ങനെ പിന്നെ പിന്നെ നേരെ വിരട്ടി. പിന്നെ നേരെ അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. സമയം വാച്ചും മറ്റൊന്നുമില്ല. നേരം വെളുക്കുന്നു, നേരെ അസ്തമിക്കുന്നു. ദിവസം ഏതാ ഒന്നും അറിയാം. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ അന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ആ മറ്റേ ആളെ ഞാൻ കണ്ടില്ല, പറഞ്ഞ ആളിനെ ഞാൻ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായില്ലേ. ഞാൻ ഒറ്റയ്ക്കായി. രാവിലെ എണീറ്റിട്ട് ഇയാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കെറ്റിൽ വന്നിട്ട് പറഞ്ഞ് പാല് പിഴിയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ പാടിനെ ഒന്നും പിഴിഞ്ഞിട്ട് ഒന്നുമില്ല, എന്നെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഒന്നും ഞെക്കിയിട്ടൊന്നും പാല് വരുന്നില്ല. അപ്പോഴേ ഇവന് ദേഷ്യം കയറുന്നു. അതൊക്കെ കിടന്ന് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചീത്ത വിളിക്കുകയാണ് എന്താണ് അന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പിന്നെ ഈ ഒരു ദിവസം തലയ്ക്കൊരു തട്ട് തന്നേന്, ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാത്ത. അങ്ങനെ ഞാൻ കരയാനല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. അവൻ്റെ പിടിയിലായിപ്പോയി. ഇനി അങ്ങനെ പിന്നെ ഞാൻ പിറ്റേന്ന് ഈ അടിയുടെ പേടിപ്പിച്ച് ഒരു നെക്ക് ദൈവത്തിനെയൊക്കെ വിളിച്ച് പാല് വന്നു. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് അത് പഠിച്ച് പിന്നെ ഞാൻ രാവിലെ പിഴിയുന്നതും പിഴിഞ്ഞ് പിന്നെ ഒരു കാച്ചി പിന്നെ എനിക്കും കുടിക്കാൻ തരും. പക്ഷെ അത് ഞാൻ കുടിക്കത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. കുളിക്കത്തൊന്നുമില്ല. ഒരു ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുമല്ലേ. അങ്ങനെ പുള്ളി അത് കുടിക്കും. ഈ കുബൂസും കഴിച്ച് അങ്ങനെയുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് പച്ചപ്പാൽ തന്നെ കുടിക്കും? അല്ല, കാച്ചിയാണ് കുടിക്കുന്നത്. ഭയങ്കര സ്മെല്ലാണ്. അല്ല, കാച്ചി പാല് കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നമുക്കിനി പിന്നെ അത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജീവൻ വേണമെങ്കിൽ പിന്നെ അത് കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ 1-2 ദിവസമൊക്കെ ഞാൻ കുടിക്കാതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജീവൻ എന്തായാലും നിലനിർത്തണ്ടേ. അങ്ങനെ പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ഈ ആടിനെ വേറെ ഇവൻ്റെ ജ്യേഷ്ഠൻ അറബിയാണ് ഈ ആഴ്ചയിൽ വന്ന് ഇതിനെ കയറിക്കൊണ്ട് പോണത്. ഈ ആടിനെ കയറിക്കൊണ്ട് പോണത്. അന്നേരം ഈ ഓരോ ആടിനെ കളറനുസരിച്ച് പിടിക്കാൻ പറയും. വലിയ ആടല്ലേ. അപ്പോൾ അമ്മനെ അറബിയിലാണ് പറയുന്നത്. അപ്പോൾ കറുത്തേനെ പറയുമ്പോൾ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വരും. അങ്ങനെയൊക്കെ അടി എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം പെട്ടെന്ന് ഞാൻ പഠിച്ച് അടി മേടിച്ചെല്ലാം പഠിച്ച്. പിന്നെ എനിക്ക് ആരെ പിന്നെ വീട്ടിലൊക്കെ ചിന്ത, പിന്നെ ഞാൻ വരുമ്പോൾ 8 മാസം കയറിപ്പോഴാണ് ഏതാണെന്നുള്ള ചിന്തയാണ് പിന്നെ മനസ്സിൽ ചിന്തയല്ല, കരയും. ഇതിനെ കൊണ്ട് പോകുമ്പോഴും കരഞ്ഞുകൊണ്ടിങ്ങനെ എല്ലാം നമ്മളെ വിളിക്കാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുക. വിളിച്ച് ഇങ്ങനെ ഇതിനെ എന്ന് പറഞ്ഞാൽ 200 എണ്ണത്തിനൊക്കെ വിധം ഇങ്ങനെ ആ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൂടെ ഒന്ന് കറക്കും. എല്ലാം ഒന്നും കഴിക്കാനൊന്നും ഇല്ല. ചുമ്മാ ഇതിനെ കൈയും കാലും ഒക്കെ ആടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് നടത്തിച്ചുകൊണ്ട് 2 മണിക്കൂർ ആ വരും വെയിലത്ത്. അല്ലാതെ മരുപ്പച്ചയില്ല. പിന്നെ ഞങ്ങൾ ചാടി വന്നപ്പോഴാണ് മരുപ്പച്ചയൊക്കെ കാണുന്നത്. അല്ലാതെ അവിടെ ആ ഭാഗത്ത് മരുപ്പച്ചയില്ല. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവാണ്, കരഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവൻ ഈ അറബി അവിടുന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ചാടി അവിടുന്ന് പോയായിരുന്നു. പക്ഷേ ഇയാൾ അവിടെ തന്നെ ഇരിക്കുമല്ലേ. ഇയാൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ആ മറ്റേ ആൾ അവിടെ വന്നിരിക്കും. അല്ലാതെ ഒരു ദിവസം പോലെ പുള്ളിയൊന്നും മാറിക്കാണുന്നില്ല. അതുകൊണ്ട് ചാടാൻ പറ്റിയില്ല. പിന്നീട് ഈ സങ്കടങ്ങളൊക്കെ ആടുകളോട് പറയുന്ന ഒരു രീതിയിലാണ് നോവലിൽ വന്നിരിക്കുന്നത്. അപ്പം ആടുകൾക്കൊക്കെ ഇവിടുത്തെ ആളുകളുടെ പേരൊക്കെ ഇട്ടിട്ട് അതെ മാനേജ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് പിന്നെ എൻ്റെ മക്കളെ ആടിനെ ആട്ടുംകുട്ടിയെ എൻ്റെ മക്കളെ പോലെ ഞാനും ഇങ്ങനെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്ത് ആടിൻ്റെ കൂടെ ഉള്ള ജീവിതം, ആടും ഞാനുമുള്ള ജീവിതമായി. പിന്നെ അതിനെക്കൊണ്ടൊരു സന്തോഷം മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ കരയും. അത് കരയും. പിന്നെ ഞാനിങ്ങനെ ചാടി വന്നെങ്കിൽ എനിക്ക് പിന്നെ അങ്ങ് വിഷമമായിപ്പോയി. ഞാൻ പിന്നെ ഇത്രയും നാളും എന്നെ അതുപോലെ നോക്കിയിട്ട് പിന്നെ ഇതെല്ലാം ഇയാൾ പോകുന്ന ദിവസം ഇതെല്ലാം അടച്ചു കൂടിയിട്ട് വരുമ്പോഴും എനിക്ക് അതൊരു ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ. പിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും അല്ലേ പല ആടുകളുടെയും മുഖം? ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരേ കൂട്ടിക്കിടക്കുന്ന ഒരേ ആടിൻ്റെ
പിന്നെ ഇത്രച്ചുള്ള 5-10 വലിയ ആടുണ്ട്. അതിനകത്ത് 10-20 കൂട്ടി ഈ പെണ്ണാടിനെ ഇട്ടേക്കുന്നത്. ഒരു മാസത്തെ 4-5 അല്ല, 5-8 പ്രസവിക്കും. ചിലപ്പോൾ ഞാൻ ഈ കൊണ്ടുപോകുന്ന വഴിയായിരിക്കും പ്രസവിക്കുന്നത്. അതിനെയൊക്കെ എടുത്തുകൊണ്ട് വരണം. ഒരെണ്ണത്തിനെ പോലെ അതിൻ്റെ മരിച്ചു പോകുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എന്തോ പിന്നെ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം ചെന്നിട്ട് ഞാനിതുപോലെ 2-3-4 മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ ഒന്നും ആരും ഇല്ല, ഭക്ഷണത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ആഗ്രഹം കാണിച്ച് അന്നേരം ഇതും പറഞ്ഞ് അറിവിൽ ഇങ്ങനെ ഏതാണ്ട് പറയുവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി ഇവൻ ഇത് തന്നെ ആള്, നമുക്ക് ശമ്പളം തരത്തില്ല, ഒന്നും തരത്തില്ല, ഇനി നമ്മളിവിടെ പെട്ടത് തന്നെ അടിമയായിട്ട് കിടക്കേണ്ടി വരും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെന്നേര്. പിന്നെ അങ്ങനെ എന്ത് ചെയ്യാനാണ്. എന്നിട്ടും ഈ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നോ ഈ പുറത്ത് ചാടി പോകുന്നതിനെ കുറിച്ചും? വായിച്ചോണ്ടിരുന്നു. മരുഭൂമിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയോ? ഇല്ല, ഞാൻ വന്ന റൂട്ടായിരിക്കുന്നത് രാത്രിയാണെങ്കിലും വന്ന വഴി മനസ്സിലായി. പക്ഷേ റോഡൊന്നും കാണാനില്ല. ഇങ്ങനെ നമ്മളൊരു മല പോലെ ഇങ്ങനെ ഒരു മരുഭൂമികൾ ഇങ്ങനെ മല മുട്ടി കിടക്കുന്നതിലൊക്കെ തോന്നുന്ന ഉള്ളിലുള്ളൊരു മരുഭൂമിയായത്. ഞാൻ വേറെ സ്ഥലത്തൂടെ ഓടിയത്, തിരിച്ച് ഓടിയത്. അപ്പോൾ 1.5 ദിവസം ഓടേണ്ടി വന്നു. പക്ഷേ വേറെ വഴി ഉണ്ടാവും അല്ലേ? വേറെ വഴി ഉണ്ടാവും. പക്ഷേ ഈ വേറെ വഴി ഉണ്ടാവും. ഞാൻ ഓടിയ വഴി പോകാൻ ചെന്നെത്തപ്പെടാൻ 1.5 ദിവസം ഓടി. അല്ലെ അവൻ അഥവാ വന്ന് പിടിച്ചു പോയാൽ എന്താണെന്ന് വെച്ചിട്ടാണ് വേറെ വഴിക്കൂടെ ഓടിയത്. ഓടിയെന്ന് പറഞ്ഞാൽ ഓടി കുഴഞ്ഞ് കാലിലെ പൊട്ടി കാലിൽ ചോര വരിക. ഈ പോകുന്ന സ്ഥലത്താണോ മരുപ്പച്ചയൊക്കെ കണ്ടതും? അങ്ങനെ പോകുന്ന സ്ഥലത്ത് പാമ്പ് കണ്ടിട്ടുണ്ട്, മരുപ്പച്ചയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ പാമ്പ് അവിടുത്തെ ഒരു വലിയൊരു വിഷമുള്ള പാമ്പാണ്. അത്തരം പാമ്പുകൾ നമ്മൾ ഒരുപാട് ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വിഷജീവികളാണെന്ന് കണ്ടിട്ടുണ്ട്. നല്ല വിഷമുള്ള ജാതിയാണ് അവിടുത്തെ പാമ്പ്. ഇതിനെ എങ്ങനെയാ കൊല്ലാനൊക്കെ പഠിച്ചത്? കൊല്ലാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ആട് ചത്ത് കിടക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചില ആടുകൾ ചത്ത് കിടക്കും. അപ്പോൾ അതിനെപ്പിടിച്ച് കൊണ്ടുപോയിട്ട് കുഴിച്ചങ്ങിടും. അന്ന് ദിവസം രാത്രി ഈ മരുഭൂമിക്കടെ വന്ന ജീപ്പുണ്ട്. ആ ജീപ്പിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് കൂട്ടിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ഓടിച്ച് കിടന്ന് അങ്ങനെ 2-3 ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ പേടിയൊന്നും പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞ് കൊന്നില്ലെങ്കിൽ അവനെന്നെ അടിക്കും. നമുക്ക് പിന്നെ അവൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ എന്തും. ആ പാമ്പ് എങ്ങനെയും കടിച്ച് മരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ എത്ര ദിവസം കിടന്നിട്ടുണ്ടെന്ന് അറിയോ? കട്ടിലിൽ നിന്ന് ഇറങ്ങി ആ മരുഭൂമി ആ മണ്ണിൽ അത്രയ്ക്ക് ഞാനങ്ങ് ഇതായി. എന്നാൽ എൻ്റെ ജീവിതം പോയി, നാട്ടിലെ ഒരു കാര്യവും ഞാൻ അറിയുന്നില്ല. അങ്ങനെയുള്ള ആ മനസ്സിൻ്റെ ഇത് കൊണ്ടുകൊണ്ട് ഞാൻ താഴെ മാറി കിടക്കുക. എന്നിട്ട് പാമ്പിന് പോലും അന്ന് നമ്മളെ വേണ്ടായിരുന്നു. അത് കാരണം നമ്മളേതെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ നമ്മളെ അന്നൊന്നും പാമ്പ് കൊത്താഞ്ഞേക്കും എന്നേ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോഴും ഇടയ്ക്ക് ഞെട്ടി ഉണരുമല്ലോ പേടിച്ച്. എന്താ നേരം വൈഫിനൊക്കെ ചോദിക്കും എന്താ കിടഞ്ഞെട്ടുന്നേ. ആ പായ ഇപ്പോഴും മനസ്സിലുണ്ട്. ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ആ ഇത് മാറിയിട്ടില്ല. പിന്നെ ഇന്നിപ്പം ഞാൻ ഈ ആദ്യത്തെ ആ രംഗം കണ്ടപ്പോൾ തന്നെ എൻ്റെ എന്തോന്നങ്ങ് ഇതായിപ്പോയി. പിന്നെ എനിക്കങ്ങ് സംസാരിക്കാൻ മേത്തൊരവസ്ഥയായി ഈ പരിപാടിക്ക്. അപ്പം അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ ആ രംഗം എൻ്റെ വൈഫിനെ ഇങ്ങനെ സവ്യത്തെ ഞാനിങ്ങനെ ഞെട്ടി അവിടെ വെച്ച് ഇങ്ങനെ എൻ്റെ വിളിക്കുന്നത്. ഇപ്പം ഇയാൾ സെനു എന്നും പറഞ്ഞ് അഭിനയം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായി. പിന്നെ വളരെ സന്തോഷം. ജനങ്ങൾ മൊത്തം അറിയാൻ പോകല്ലേ. അത് ഈ നോവലോടുകൂടി തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇനിയിപ്പോൾ ഈ പടം കൊണ്ട് ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി വലിയ ഇതായിട്ട് വരുമല്ലോ ഇത്. ഇപ്പോൾ വൈഫിനെ ഓർക്കുന്ന സമയത്തൊക്കെ നമ്മൾ കത്തെഴുതാൻ പറ്റുന്നില്ലല്ലോ. കത്തുകൾ എന്തെങ്കിലും കത്തെഴുതിയായിരുന്നു. കത്തെഴുതിയത് പിന്നെ ഞാനൊരു 3 മാസം ആയപ്പോൾ ഒരു കത്തിങ്ങനെ എഴുതി. അന്നേ എഴുതിയതാ. എഴുതി വെച്ചുകൊണ്ടിരിക്കുക. ചെന്നു വെച്ചെഴുതിയിട്ട് കത്തെഴുതിക്കിട്ട് ഞാൻ പുള്ളിയുടെ കൈ കൊണ്ട് കൊടുത്തു. ഒന്ന് കത്തയക്കാൻ. അപ്പോൾ എൻ്റെ മുമ്പ് വെച്ചത് വലിച്ചു കയറി കളഞ്ഞു. അപ്പോഴെൻ്റെ അന്നത്തെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വിവരം അറിയാൻ വേണ്ടി കത്ത് എഴുതി, എൻ്റെ അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇവിടെയുള്ള അഡ്രസ്സ്. അങ്ങനെ ഒരു ദിവസം ഒരു 3 മാസം കഴിഞ്ഞപ്പം ഒരു പാകിസ്ഥാനി ഈ പോച്ചയായിട്ട് വന്നു, വലിയ വണ്ടിക്കകത്ത്. അപ്പോഴവൻ വന്ന് കണ്ടുകൊണ്ട് ഇവൻ എന്നെ അവിടുന്ന് മാറ്റി. ഈ അറബി എൻ്റെ ആളിൽ നിന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, എവിടെ പോകാൻ പറഞ്ഞു.
ഇയാൾ അവിടെ നിന്നിട്ട് കൈക്കറി കാണിക്കുന്നുണ്ട് ഉം. ഈ പാകിസ്ഥാനി. ഉം. 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 അപ്പോഴും ഞാൻ അന്നേരം ഈ എൻ്റെ വേറെ കത്തിരുന്ന് പിന്നെ എഴുതി വെച്ചപ്പോൾ ഞാൻ കത്ത് ഉം. ആ കത്തെടുത്ത് ഇങ്ങനെ ബുക്ക് കാണിച്ചു ഈ അടുത്ത്. അങ്ങനെ ഞാനിതടുത്ത് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് അവിടെ കൊണ്ട് ഇട്ടേക്കണേന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ കറങ്ങി അടിച്ച് അവനെ എടുത്തോണ്ട് പോയിക്കോളാം, അവിടെ കാണാൻ ഇട്ടേക്കാൻ പറഞ്ഞു. ഉം. അങ്ങനെ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അവൻ ആ കത്തെടുത്തോണ്ട് പോയിട്ട് അങ്ങനെയാണ് ഒരു കത്ത് ഇവിടെ അന്ന് പ്രസവിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അന്നേരം ഒന്നും അറിയില്ല. എല്ലാ ദിവസവും അന്ന് വൈഫിനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി, അവരുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി മുട്ടത്ത് പ്രസവത്തിന്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ദിവസവും വാപ്പായത്ത് പറഞ്ഞ് ഇവിടെ വിടുക, വിവരം വല്ലതും അറിഞ്ഞാൽ എന്നുള്ള അത് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞല്ലേ അറിയുന്നത്. അന്നേരം ഗർഭിണിയായിട്ടിരിക്കുമല്ലോ. അപ്പം മാമ ഇവിടെ വന്നിട്ട് പറയും അവൻ ആരാണ്ട് പറഞ്ഞ് ഇതുപോലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും പോയി സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു കത്ത് വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കത്ത് ഇതുപോലെ പൈസ ഞാൻ അയച്ച് എന്തായാലും അയച്ച് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സിൽ കിട്ടി. ആ ഒരു കത്താണ് കിട്ടുന്നത്. ആകെ ഒരു കത്ത് കിട്ടി. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുടുങ്ങിയതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ആ കത്തിനകത്തുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവർ ഒന്നും വായിച്ച് മാമ അത് കൊണ്ടിരുത്തി വായിച്ചിട്ട് അങ്ങനെയുള്ള കാര്യമൊന്നും പറയാതെ കത്തിനകത്തെ അവിടെ എനിക്ക് സുഖമാണ്, പിന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആടിനായിട്ടൊക്കെ ഇതൊക്കെ എന്നുള്ള ചെറിയ രീതിയിൽ മാമ വായിപ്പിച്ച് കേൾപ്പിച്ചിങ്ങനെ, അല്ലാതെ കത്ത് കൊടുത്തില്ല. അങ്ങനെ ഒരു സന്തോഷം കിട്ടി. പിന്നെ കുട്ടിയെങ്കിലും ഉണ്ട്, അതുകൊണ്ട് ഇനി കുട്ടിയെങ്കിലും നോക്കണമെന്നുള്ള പുള്ളിയും മരിക്കണമെന്നൊക്കെ തോന്നിയെന്നൊക്കെ പറയുന്നു ഒരുപാട് പ്രാവശ്യം. സത്യം ആ മരിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു വിവരമില്ലെന്ന് പറയുമ്പോൾ എന്തോ മനുഷ്യൻ്റെ അവസ്ഥ. ഇവിടെ വീട്ടുകാർ വാപ്പായ്ക്ക് അന്ന് അസുഖം പിടിച്ചത് എന്നെ കാണാവുന്നു. അതിനുശേഷം രക്ഷപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, 1.5 ദിവസം ഓടുക എന്ന് പറയുന്നത് മരുഭൂമിയെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല. ഇതേപോലുള്ള ഒരുപാട് ജീവികളുണ്ട്. കാറ്റ്, പിന്നെ വെള്ളം കിട്ടില്ല. നമ്മുടെ ഈ ആടിന് കൊണ്ടുവരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാനെന്ന് അങ്ങനെ വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവിടെ പോയി പിന്നെ കട്ട 1-2 വട്ടം കുളിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ദേഷ്യമാണ്. അവന് അതുപോലത്തെ ഒരു ഭീകര രീതിയെ പോലെ ഇരിക്കും അയാൾ. കുളിയും നനയില്ല, ഒരു കറുത്ത ഒരു കപ്പള പോലത്തെ സാധനം ഇട്ടുകൊണ്ട്. അപ്പോൾ അപ്പിട്ടാൽ കഴുകാൻ പോലും വെള്ളം എടുക്കത്തില്ല. അപ്പോൾ ഞാനിത് കണ്ടിപ്പോൾ ബാധത്തേക്ക് എടുത്ത് പോയി നമ്മൾ ഇവിടെ നിന്ന് ശീലിച്ചത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുമായിരുന്നു. പിന്നെ കുടിക്കാൻ ഈ അറബി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് തരും. അത് നമ്മൾ ഒരുപാടൊന്നും കുടിക്കാനൊക്കെ തരില്ല. ദാഹത്തനുസരിച്ചൊന്നും കുടിക്കാനൊന്നും കിട്ടത്തില്ല ഒരാഴ്ചത്തേക്കൊന്നും. അതനുസരിച്ച് പിന്നെ കുറച്ച് കുടി. ആടിനെ കൊണ്ട് പോകുമ്പോൾ ആകപ്പാട് ഇതായിപ്പോവും. ഇത്രയ്ക്ക് ചൂടല്ലേ മരുഭൂമിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചില കാറ്റ് വന്നാൽ ഒന്നിനെയും കാണത്തില്ല. ഞാൻ മനുഷ്യനാണെന്നൊന്നും തോന്നത്തില്ല കൂടി കയറി. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് ഈ മരുഭൂമിയിൽ. അത് പറഞ്ഞൊന്നും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി പറയാൻ പറ്റത്തില്ല. അതെ, മനസ്സിലായി. ഈ കത്തെഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഈ വീട്ടുകാരോടൊക്കെ സംസാരിക്കാൻ തോന്നുമല്ലോ, ആടുകളോടാണോ പറഞ്ഞിരുന്നത്? ആടുകൾ മക്കളെ എനിക്കിനി ആരുമില്ലെന്നൊക്കെ ഞാനിങ്ങനെ ആടിൻ്റെ അടുത്ത് പറയും. എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ആടുകളൊക്കെ എല്ലാ പേരുകളൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും അവർക്കൊക്കെ ഇട്ട പേരുകൾ? ചെറിയ ആട് എല്ലാത്തിനും വായത്തോന്ന പേരങ്ങ് വിളിക്കുമല്ലേ അന്നേരം. അറിയാന്നുള്ള പേരുകളൊക്കെ, സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടവരുടെ എല്ലാം പേരുള്ള ആടുകൾ. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. സത്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഈ രക്ഷപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞതുപോലെ മരുഭൂമിയെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല, കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ കാറ്റൊക്കെ എങ്ങനെ അതിജീവിച്ച അന്നത്തെ ദിവസം ഓടിയത്? അന്ന് പിന്നെ ഈ രാത്രിയാണ്, രാത്രിയല്ല ഒരു സന്ധ്യ പോലെ ആയി കാണും. അന്നേരം ഓടുന്നത്. ആ ഓടിയത് ഒരാൾ വന്ന് കൊണ്ടുപോകില്ലേ, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ വന്നതുപോലുള്ളൊരു ഇതായിരുന്നു. ഒരാൾ വന്ന് ഇതേപോലെ ഇവൻ പോയതാണ് വേറെ ഒരു മരുഭൂമിയിൽ നിന്ന് വന്നതായിരുന്നു. വന്ന് എന്നെയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയി 1.5 ദിവസം ഓടി. ആ പോകുന്ന വഴി പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പച്ചപ്പ് അതിപ്പിൽ കൂടെ ഒക്കെ ഓടുന്നത്. പിന്നെ കാടും ഇതൊക്കെ ഉണ്ട്. കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസ് പുല്ല, അവിടെ മുള്ളുമൊക്കെ ആയിട്ടുള്ള. അതിനിടയ്ക്ക് കൂടെ ഓടി 1.5 ദിവസം ഓടി. പിറ്റേന്ന് ഏതാണ്ട് ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് റോഡ് കാണുന്നത്. അന്നേരം റോഡിൽ ചെന്നപ്പോൾ ഈ ആളുടെ അടുത്ത് 5 ദിനാർ തന്നു. അന്നേരം ആദ്യമായിട്ടാണ് ഈ റിയാൽ കാണുന്നത്. 5 റിയാൽ കാണുന്നത്. അന്നേരം ഞാനത് വെച്ചിങ്ങനെ മുഖത്ത് വെച്ചിങ്ങനെ
അന്നേരം എനിക്ക് അങ്ങ് കരഞ്ഞു പോയി ഞാൻ. അത് ആദ്യമായിട്ട് അത് കണ്ടപ്പോൾ തന്നെ. അതിന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ റിയാദ് ബത്ത എന്ന് പറയണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഉണ്ട്. ഇന്ന് ഇങ്ങനെ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അങ്ങനെ പുള്ളി ഞാൻ പോവുകയും ചെയ്തു. വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. അത് അതുപോലത്തെ വേഷമാണ്. പിന്നെ പാൻ്റാണെങ്കിലുമേ ഈ സ്മെല്ലല്ലേ, എല്ലാം മുടിയും മണം ആകപ്പാട് വികൃത രൂപമായിട്ടിരിക്കുന്നത്. ഒരു വട്ടം പോലും കുളിച്ചില്ല പിന്നീട്? ഇല്ലില്ല, കുളിയൊന്നുമില്ല. കുളി ആ 2-3 കുളി ഞാൻ അത്രയും ദിവസം കുളിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ കുളിച്ചാൽ പിന്നെ തലേന്ന് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇറങ്ങുന്നത്, മണ്ണും ചെളിയെല്ലാം കൂടെ. അതുകൊണ്ട് കുളിക്കണമെങ്കിൽ നമുക്ക് ഒരു തോന്നി വെള്ളം വേണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭീകരമായ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയത്. ഈ ആടിനെ മേയ്ക്കാൻ പോകുന്ന സ്ഥലത്തൊന്നും മരുപ്പച്ചയും ഒന്നുമില്ല. ഈ വരുന്ന വഴിയിൽ മാത്രമേ മരുപ്പച്ച കണ്ടിട്ടുള്ളൂ. വെള്ളം കണ്ടോ? വരുന്ന ഭാഗത്തൊക്കെ പിന്നെ പനകളും മറ്റേതും മറിച്ചതും കണ്ടിട്ടുണ്ട്. വെള്ളം കണ്ടോ? എന്നിട്ട് വെള്ളം ഈ അതിന് പനിക്കൊക്കെ ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം കണ്ടു. അങ്ങനെ വെള്ളം കണ്ടോളൂ. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പച്ചപ്പിന്റെ ഉള്ളിലെ വെള്ളമൊന്നും കണ്ടിട്ടില്ല. ഒരു തോട് ഇങ്ങനെ ഉണ്ട്, ആ തോട്ടില് ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം അത്. എന്നിട്ട് ഈ ജയിലിലേക്ക് പോകേണ്ടി വന്നില്ലേ? പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. അവിടെ ഇതുപോലെ സമയത്ത് ഇതുപോലെ ഈ ഒരു അറബി വന്ന് നിർത്തി തന്നു. അങ്ങനെ കയറിപ്പോയി. കയറി അവൻ ചോദിച്ചു അവിടെ ബത്തേന്ന് പറഞ്ഞു. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് വണ്ടി അവിടെ ഞാൻ താന്നിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ താന്നിരുന്ന് അയാൾ അവിടെ കൊണ്ട് ഇറക്കി തന്നപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അന്ന്. വ്യാഴാഴ്ച ആണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നെ വ്യാഴാഴ്ചയാണ് ഇതുപോലെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതാണെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ 1,00,000 ആളിൻ്റെ മേളിലുണ്ട് അവിടെ. ഈ വ്യാഴാഴ്ച എല്ലാവരും പണിക്കാരൊക്കെ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് എല്ലാവരും മാർക്കറ്റ് വന്ന് നിൽക്കുക. അവിടെ ഒരു ബത്ത എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് അവിടുത്തെ ടൗണാണ്. അവിടെ ഇങ്ങനെ ഭയങ്കര ജനക്കൂട്ടം, അങ്ങോട്ട് മണ്ണ് ഞുള്ളിയിടാൻ സ്ഥലമില്ലാത്ത ജനക്കൂട്ടം. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ട് വിട്ടപ്പോൾ ഒരു ഹോട്ടലുകാരൻ ഇത് കണ്ട് അയാൾ എന്നെ വിളിച്ചിട്ട് കയറ്റിയെടുത്ത് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുന്നില്ല നീ എവിടെ നിന്ന് വരുന്നത് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടൊക്കെ വന്നിട്ട് ചോദിച്ച് സംഭവമൊക്കെ എനിക്കറിയാം, പക്ഷേ ആരെങ്കിലും ബന്ധുക്കാരുണ്ടാന്ന് ചോദിച്ചു. അവന് എൻ്റെ വേഷം കണ്ടപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവന് മനസ്സിലായി. പുള്ളി കോഴിക്കോട്ടുകാരനായിരുന്നു. അങ്ങനെ ഞാൻ അയാൾക്ക് പിന്നെ ഈ ഇത് കൊടുത്ത് അന്നേരം ഒരു ലിമോസൻ, അവളുടെ കാറിന് പറയുന്ന ലിമോസൻ അവരെ വിളിച്ചിട്ട് അയാൾ തന്നെ പൈസയും കൊടുത്ത് പറഞ്ഞ് ഇന്ന ഈ സ്ഥലത്ത് കൊണ്ട് വിട്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ ചെന്നിടത്ത് പിന്നല്ല എനിക്ക് നല്ല ഇതായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെ നമ്മുടെ ഒരു ബന്ധുക്കൾ നിന്ന് എല്ലാവരും അവിടെ വന്ന് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച് കുളിപ്പിച്ച് കാലിലൊക്കെ പൊട്ടിയാൽ നല്ല മരുന്നൊക്കെ വെച്ച് പുതിയ ഡ്രസ്സൊക്കെ എല്ലാവരും വാങ്ങിച്ചൊക്കെ തന്നു. ഈ ചെരുപ്പുണ്ടായിരുന്നില്ലല്ലോ മരുഭൂമി കൂടെ ഓടുമ്പോൾ? ചെരുപ്പുണ്ട്. എന്നിട്ട് ചെരുപ്പിനെ കല്ലുകളാണ് മൊത്തം. ചെരുപ്പിട്ടുകൊണ്ടാണ് ഓടിയത്. പക്ഷെ ഓടിയാലും ആ ഓട്ടത്തിൽ 1.5 ദിവസം ഓടിയില്ലേ. അങ്ങനെ പിന്നെ എന്നെ ജയിലിൽ പോയി പിടികൊടുത്ത്. പിന്നെ എങ്ങനെ ഒരു നാട്ടിൽ വന്നേരാണ് ഞാൻ ഇവിടെ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. ആൺകൊച്ചായിരുന്നു എന്നൊക്കെ അറിയുന്നത്. പിന്നെ അന്നേരം തന്നെ അവരെല്ലാവരുടെ ഈ എന്നെ നാട്ടിലേക്ക് വിളിപ്പിച്ച് വീട്ടിൽ വിവരം അറിഞ്ഞതുപോലെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരം പിന്നെ ജയിലിൽ പോയി പിടികൊടുത്തു. ടിക്കറ്റ് അവർ കൊണ്ട് കൊടുത്തു. അവിടെ അങ്ങനെ ആഴ്ച ഇന്ത്യൻ എംബസി വരണം. ഇന്ത്യൻ എംബസി വന്നിട്ട് നമുക്ക് ബോംബെയിൽ ഇറങ്ങാനുള്ള ഒരു പേപ്പർ തരും. അന്നേരം പിന്നെ ഈ ആഴ്ച എല്ലാവരും പുറത്ത് നിർത്തും, വരിവരിയായിട്ടിങ്ങനെ നിർത്തും. അന്നേരം ഏത് അറബിയുടെ കയ്യിൽ നിന്ന് ഇത് ആൾ പോയെന്ന് അറിയാൻ വേണ്ടി ഈ അറബികളൊന്നും നോക്കും. ഞങ്ങൾ വന്ന് ആ നോവൽ വായിക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ പരേഡ് നടത്തുന്ന പരിപാടിയാണ്. ആ പരേഡ് നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. അത് ചിലവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ്റെയൊക്കെ അവസ്ഥ പിന്നെ നാട് കാണത്തില്ലല്ലോ. അപ്പം കൊണ്ടുപോയൊക്കെ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതൊക്കെ, അല്ലാതൊന്നുമല്ല. ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വീണ്ടും പോകേണ്ടി വരികയുണ്ടെങ്കിൽ ഉള്ള ഒരു അവസ്ഥ പിന്നെ ജീവനില്ല, തീർന്നു. അങ്ങനെ പിന്നെ 9 ദിവസം ജയിലിൽ കിടന്ന് മുട്ടയടിച്ച് 9ാമത്തെ ദിവസം അവിടെ നിന്ന് കയറ്റി. അന്ന് ആ ഒരു ഇതിനകത്തുള്ള എല്ലാം ജയിലിൽ നിന്നുള്ള ആളാണ്. 2 വരെ ബലം കെട്ട് നമ്മുടെ എയർപോർട്ടിനകത്ത് വരും, അല്ലാതെ പുറത്തു പോയിട്ട് യാതൊരു ബന്ധവുമില്ല. അകത്ത് വന്നാൽ ഫ്ലൈറ്റിനകത്തോട്ട് വന്ന് അടിച്ചങ്ങ് വിടുക. നമുക്ക് ഒരു പേപ്പർ മാത്രമല്ലേ ഉള്ളൂ, അവിടെ ചെന്ന് ഇറങ്ങാനുള്ള പേപ്പറല്ലേ ഉള്ളൂ.
എന്നിട്ടെല്ലാം അന്ന് നമ്മുടെ അവിടെ എല്ലാം വെച്ചിട്ട് കഴിഞ്ഞ് അവിടുന്ന് വിടുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് ഇതേപോലെ അനുഭവമുള്ള വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, പരിചയപ്പെടാനോ ഇന്ത്യക്കാരെ കാണാനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ? ഈ ഇന്ത്യക്കാരെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്തിട്ട് പൈസ കിട്ടാത്തവരും ശമ്പളം കിട്ടാത്തവരും ഒക്കെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് ഓ പേര്. ഓ ഓ. ഈ മരുഭൂമിയിൽ ചാടി വന്നവരും ഉണ്ട്. ഓ മരുഭൂമിയിൽ നിന്ന് തന്നെ വന്നവരും ഉണ്ട് അല്ലേ? ഉണ്ട്. ഒരു തിരുവനന്തപുരത്തുകാരന് അവൻ മരുഭൂമിയിൽ നിന്ന് ചാടി വന്നത്. അത് ഓ. എന്നാലും എൻ്റെ അത്രയുള്ളത് അവനില്ല അനുഭവം ഇല്ലായിരുന്നു. ഉം. എങ്കിലും അവന് ആടമേക്കലല്ലേ ഏതായാലും. ഉം. അവന് 9 ദിവസം ജയിലിൽ കിടന്ന്. ജയിലിൽ ജീവിതം നല്ല അടിപൊളി ജീവിതമായിരുന്നു. ഉം. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതിൻ്റെ ഒരു ആശ്വാസം. ആശ്വാസം ജയിലിൽ 9 ദിവസം കൊണ്ട് നമ്മൾ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച ഒരുവിധം ഇതാ ഉഷാറായി. ഉം. നല്ല അടിപൊളി ഭക്ഷണമാണ്. ഉം. പാല്, മുട്ട, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. അവരാ രീതിയിൽ തന്നെയാണ് കണ്ടത് നമ്മളെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെ. അതുകൊണ്ട് നമ്മൾ വലിയ തെറ്റുകാരൊന്നുമല്ല. ഉം. തെറ്റ് ചെയ്തവർ അതല്ലാത്ത ശിക്ഷ കൊടുക്കുന്നവരെ നമ്മൾ കണ്ടാൽ നമ്മൾ അന്നേരം താഴെ വീണു പോകും. ഉം. അവരെ ഇട്ടേക്കുന്നുണ്ട്. ഉം. നമ്മുടെ അതല്ല, നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് എത്ര കിലോമീറ്റർ കാണും. ഉം. ഒരു ദിവസം ഒരു 10 ചെമ്പെങ്കിലും കാണും സാധനം അവിടെ കൊണ്ടുവരും. ഒരു നേരത്തേക്കുള്ള ഉം. ഭക്ഷണമേ ഉം. ഈ ആൾക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുവരും. ഉം. എന്നിട്ട് 5 കാറുകളിൽ ഇരുന്ന് പിന്നെ അവിടെ കമ്പനി ആയങ്ങ്. ഉം. നമ്മൾ മലയാളികളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഉം. മലയാളികളൊക്കെ എല്ലാവരും കൂടെ വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു യൂണിയൻ ചീട്ട് കളിക്കുന്നവരുണ്ട്. ആ. എന്നൊക്കെ ഉള്ളതുണ്ട്. ആ. ജയിലൊരു വല്ലാത്ത അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ജയിലിൽ. ജയിലിലാണ് കിടക്കണമെങ്കിൽ നമുക്കൊരു ഫീൽ ഇല്ല അല്ലേ? ജയിലിനകത്ത് കിടക്കുന്ന ഒരു ഫീലും ഇല്ല. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷം കിടക്കുമല്ലേ. ഉം. നാട്ടിലെല്ലാവരും വന്ന് കാണാനുള്ള ഒരു ഇത് കിടക്കുക. ഉം. അതുകൊണ്ട് പിന്നെ ഈ ഇന്ത്യൻ എംബസി വരാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഉം. എംബസി വന്നാലേ നമുക്ക് വരാനൊക്കെ തോന്നും. ഉം. അങ്ങനെ സുഖമായിട്ട് ഇവിടെ വന്ന് ബോംബെ വന്ന് ഇറങ്ങി. ഉം. അന്നേരം കരുനാപ്പള്ളിയുള്ളൊരു ചെറുക്കനുണ്ടായിരുന്നു ഉം. ഞങ്ങളുടെ കൂട്ടത്തിൽ. അവന് ഇതുപോലെ ചാടി വന്നതാണ്. ഉം. അവന് വേറെ ശമ്പളം കിട്ടാത്ത തോന്നിച്ച് വന്നതാണ്. ഉം. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പൈസ ഇല്ല. ഉം. പൈസ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് എല്ലാവരും തന്ന പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അത് ജയിലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. ഓ. 10 പിന്നെ 10 50 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. ഉം. ഒരാൾ അത് പോക്കറ്റ് വെച്ചിരുന്നു. പക്ഷെ അത് അവിടെ വെച്ച് അവരങ്ങ് എടുത്തു ഓ പൈസ. ഉം. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള പൈസ ഇല്ല. അങ്ങനെ ഈ കരുനാപ്പള്ളിക്കാരൻ്റെ ചെറുക്കനും മറ്റേ ഇവിടെ ഞാൻ പാറശാലയുള്ള അവന്മാരെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് അവന് യൂണിയനായിരുന്നു. വന്നത്. ആ. അപ്പോൾ അവന്മാരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ എടുക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്മാരെ പിന്നെ ടിക്കറ്റ് എടുത്ത് കായംകുളം വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് വന്ന് ഞാൻ ആദ്യം ഇറങ്ങി. പിന്നെ അവരെല്ലാവരും അങ്ങോട്ട് പോയി. ഓ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അവസ്ഥ ഉണ്ടായിരുന്നു? ഇവിടെ അന്ന് ഞാൻ ഇങ്ങോട്ട് അന്ന് രാത്രിയാണ് വരുന്നത്. ഉം. ഉം. രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയെങ്കിലും രാത്രിയാണ് ഇവിടെ വരുന്നത്. അതിൽ മുട്ടയടിച്ച ഒരു ഇതായിട്ട് എൻ്റെ ഒരു അപ്പച്ചുണ്ട് കായംകുളത്ത്. ഉം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടോട്ട് പോയി നല്ലപോലെ കുളിച്ച് ഇതൊക്കെ ആയി. രാത്രി അവിടുന്ന് പിന്നെ അവിടുന്ന് എൻ്റെ പെങ്ങടുത്ത് ചെന്നു. ഉം. പെങ്ങടുത്ത് ചെന്നിട്ട് അവിടുന്ന് പെങ്ങടെ മോനുമായിട്ടാണ് ഇവിടെ വരുന്നത്. അന്നേരം ഈ ചെറുക്കൻ അപ്പുറത്തായിരുന്നു അന്നേരം താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടെന്നു. അന്നേരം ഈ മോനിങ്ങനെ അവിടെ നിൽപ്പുണ്ട് അതൊക്കെ. അന്നേരം എൻ്റെ വാപ്പ പറഞ്ഞു നിൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ. അപ്പോൾ എൻ്റെ വാപ്പ വന്നതെന്ന് തിരിച്ചങ്ങ് പോയി. ഉം. ശരി, എനിക്കൊരു അന്നേരം അത് കാണുമ്പോൾ ഒരു മുട്ടായി പോലും മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഒരു ഗൾഫാലം വന്നിട്ട് ആ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അത്. എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കണ്ട ഒരു കുഞ്ഞിന് ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കാൻ എൻ്റെ ഒരു പൈസ ഇല്ലാതെ വന്നതാണ്. അത് ഓർക്കാൻ പോലും പറ്റത്തില്ല അന്നത്തെ ആ കാര്യങ്ങളൊക്കെ പറ്റി. അതുകൊണ്ടാണോ രണ്ടാമത് ഗൾഫിലേക്ക് പോയത്? രണ്ടാമത് ഗൾഫിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ 5-6 വർഷം അവിടെ നിന്നിട്ട് 2020 പോയി. 20 അല്ല 2000. 2020 തിരിച്ചു വരുന്നു. പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിൽ വന്ന് ആപ്പാട് ഒന്നുമില്ല വീണ്ടും തിരിച്ചു വന്നേല്ലേ. 5 സെൻറ്റ് സ്ഥലമുള്ള അതും പോയി. അങ്ങനെ പിന്നെ എൻ്റെ പെണ്ണിൻ്റെ ആങ്ങള ബഹ്റൈനിലുണ്ടായി. അപ്പോൾ അത് കുറച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴും അന്ന് ഇതുപോലെ അന്ന് ഈ മീൻ്റെ പണിക്കൊന്നും പോകത്തില്ല. കടലിൽ കക്കാവാലും മണ്ണെടുക്കലും ഒക്കെ ആയിട്ടുള്ള ഇതായിരുന്നു, പണിയായിരുന്നു. അന്ന് ഇതുപോലെ കല്ലില്ലായിരുന്നു, പുളിമുട്ട് ഇട്ടിട്ടില്ല. ഒന്ന് ഇവിടെ കടലിൽ വേറെ കമ്പോല അറിയാം, തെക്ക് കമ്പോല ഇടത്തില്ല. ആൾക്കാർ കരയിൽ നിന്ന് വലിക്കത്തില്ലേ, അറിയാവാ? ഇങ്ങനെ പോവും. അതിനൊക്കെ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ജീവിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടൊന്നും നമുക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. ജീവിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കടലിൽ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇല്ല, ചുരുക്കുണ്ട്. കടലിലുള്ളോട്ട് പോകാൻ ചുരുക്കം. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത്, പക്ഷേ പറ്റുന്നില്ല. ഒരു ദിവസം പോയാൽ പിന്നെ വന്ന് ഫുള്ള് ഛർദിലായിരിക്കും. അപ്പോൾ പാലക്കാർ വരുമ്പോൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ പണിക്ക് പോകും. ഞാൻ അങ്ങനെ 5:30 ഞാൻ പോയതാ. ഉണ്ടായാലും ഇല്ലാലും ഞങ്ങൾ 5:30 പോവും.
ഇന്നിപ്പോൾ രണ്ടാമത്തെ വലയാണ് അത്. ആ ആദ്യം ഒന്ന് പോയി 10,000 രൂപ കിട്ടി എല്ലാവർക്കും കൂടെ. ഉം, ഉം, അതൊന്ന് രണ്ടാമത് ഇപ്പം പോയതാണ്, അത് 12,000 രൂപ കിട്ടപ്പോൾ കിട്ടുമായിരിക്കും. ഉം, ഉം, എന്നാൽ ഇന്നലെ 150 രൂപ വെച്ച് കിട്ടി. ഉം. അതിൽ കടലിലൊക്കെ പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതൊന്നുമില്ല. പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2,000 കിട്ടും, 3,000 കിട്ടും, 1,000 കിട്ടും, 500 കിട്ടും, ചിലപ്പോൾ കൂടുതലും പ്രാവശ്യം 100, 200 ഒക്കെ കിട്ടത്തുള്ളൂ. എന്നാലും പണി സുഖം, നമ്മുടെ വീട്ടിൽ എല്ലാവരെയും കണ്ടും കേട്ടും അങ്ങ് പോവാം. പോവാം. രണ്ടാമത് പോയിട്ട് രക്ഷപ്പെട്ടോ? രണ്ടാമത് പോയിട്ട് ഞാൻ ബഹ്റൈനിൽ ചെന്ന് ഇറങ്ങിയിട്ട് സന്തോഷത്തോടെ അളിയൻ വന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി. അത് പിന്നെ ഗൾഫിലോട്ട് ചെന്നിറങ്ങിയത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഗൾഫ്. ചെന്നിറങ്ങി അളിയൻ അവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരുമായിട്ട് പിന്നെ അന്ന് അവിടെ വന്ന് എല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ 2-3 ദിവസം ഇങ്ങനെ നിന്നിട്ട് കഴിഞ്ഞപ്പം അളിയൻ്റെ ചെറിയ സ്റ്റുഡിയോയാണ് അവിടെ. അപ്പോൾ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ, ഈ നോവലിനകത്തുണ്ടാകും. അതെ അതെ. അപ്പോൾ സുനിൽ ഈ കടയിൽ വരും. കടയിൽ വരുമ്പോൾ ഞാനിതുപോലെ എന്നിട്ട് പറഞ്ഞു, സുനിലേട്ടാ പിന്നെ എനിക്ക് ഞാനിപ്പോൾ 2-3 ദിവസമായി, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറയും. സുനിലേട്ടാ പറഞ്ഞു, എൻ്റെ ഒരു ജോലി ഉണ്ടടാ, അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തപോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ തുടക്കം, കഥയുടെ തുടക്കം അവിടെ. അന്നേരം അതെന്ത് ജോലിയാരെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിത് അതുപോലെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അന്നേരം പുള്ളിക്ക് തന്നെ അന്നേരം വലിയൊരു ഫീലിംഗ് ആയി. പുള്ളി അന്നേരം പറഞ്ഞ് നമുക്കപ്പോൾ ശരിയാക്കാം. ശരിയാക്കി. പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. അങ്ങനെ പിന്നെ സുനിലേട്ടൻ പിന്നെ ഇതുപോലെ ഇയാളെ വിളിച്ച് ഇതുപോലെ ഇയാൾ പറഞ്ഞൊരാളിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൾ പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു നടന്നതാണ്. പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു ബെന്യാമിൻ. സുനിലിൻ്റെ ഫ്രണ്ടായിരുന്നു ബെന്യാമിൻ. ഇവരെല്ലാം ഓരോരുത്തരാണ്, US നേവിയിലാണ് ജോലി, ഇവർ രണ്ടുപേരും. അങ്ങനെ പിന്നെ എനിക്കെല്ലാം അവിടുത്തെ പാസ്സൊക്കെ റെഡിയാക്കി തന്ന് ഞാനും ജോലിക്ക് അവിടെ ചെന്നു. ജോലിക്ക് ചെന്നപ്പോഴെന്താ പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്യാത്തൊരു ജോലിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ജോലി ചെന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് സ്വർഗം കിട്ടിയ ജോലിയാണ്. ഇതിനെ അപേക്ഷിച്ചേ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പോയത് സ്വർഗം കിട്ടിയ ജോലിയാണ്. ബഹ്റൈനിൽ ഈ US നേവിക്കകത്ത് ഇങ്ങനെ ബിന്നുകളൊക്കെ ഇരുപ്പുണ്ട്, ഈ ആക്രിയൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, അലുമിനിയം അതൊക്കെ ഇങ്ങനെ ഇടുന്ന, അതെല്ലാം പറക്കി ക്ലീൻ ചെയ്ത് റീസൈക്ലിങ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു ജോലിയാണ്, നല്ല സുഖമായ ജോലി. അപ്പോൾ എനിക്ക് പറ്റിയൊരു ജോലി. അപ്പോൾ അത് ആക്കി തന്നു. അങ്ങനെ ബെന്യാമിൻ സാർ അവിടുത്തെ ജോലിക്കാരന് അവിടെ US നേവിക്കകത്ത്. അതുപോലെ തന്നെ ഈ സുനിലും അവിടുത്തെ ജോലിക്കാരനാണ്, നല്ല നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ബെന്യാമിൻ സാർ പിന്നെ എൻ്റെ പുറകെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വന്ന് ചേച്ചി എഴുതി ഏതാണ്ട് 1 വർഷം കൊണ്ടാണ് ഈ കഥ എഴുതുന്നത്. ഈ കഥ എഴുതി വളരെ എഴുതി അങ്ങ് പോയി. പിന്നെ എന്നും നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരെയും എന്നും കാണുന്നുണ്ട്. പിന്നെ കഥ എഴുതി അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ കഥയുടെ ബുക്ക് പ്രകാശനം ചെയ്യുന്നു. ബുക്ക് പ്രകാശനം ചെയ്തപ്പോഴും ആദ്യത്തെ ബുക്ക് എനിക്കാണ് തന്നത്. ഭയങ്കര ഒരു പരിപാടി സ്ഥലത്ത് വെച്ചാൽ പ്രകാശനം ചെയ്തു തന്നു. അങ്ങനെ അന്നേരം അതെല്ലാം വായിച്ചപ്പോൾ തന്നെ അങ്ങ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അന്നേരം എനിക്ക്. ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒന്നും വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, സിനിമ ആകുമെന്നും. ബെന്യാമിൻ്റെ നോവൽ എന്ന് വായിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ളതുപോലെ തന്നെ അത് പകർത്താൻ പറ്റുമോ? പകർത്താൻ പറ്റി. എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരുന്നു, വിട്ടുപോയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ അവിടെ ഒരുപാട് എന്തോന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അതൊന്നും ഇതിനകത്തില്ല. പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞിട്ടോ നോക്കുന്നുണ്ടാന്ന് വെച്ച്. നോവൽ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്നത്, ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ അത് സിനിമയായി മാറുമ്പോൾ ഈ നോവൽ വായിക്കുന്നവരൊക്കെ കുറച്ച് പേര് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ സിനിമ ഒരുപാട് പേര് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ പേര് നജീബ് അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ ഒരു എല്ലാവർക്കും ഇതൊരു അനുഭവമാകും. ഇതിപ്പോൾ ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് സാർ സിനിമയിലൂടെ ഈ ലോകം മൊത്തം അറിയിപ്പിക്കാൻ പോവാണ്. അപ്പോഴേ ലോകത്തുള്ള എല്ലാവർക്കും ഞാനന്ന് അവിടെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. അതിനകത്ത് എനിക്ക് വളരെ സന്തോഷമാണ്, കാരണം എല്ലാവരും അറിയാൻ പോകുന്നില്ല. ഈ പൃഥ്വിരാജാണ് ഇതിന്റെ അഭിനേതാവാണെന്ന് അറിയുമ്പോൾ, ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ചിത്രീകരണം, ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങാൻ ഞാൻ അനുഭവിച്ചതുപോലെ ഒരുപാട് കഷ്ടതകൾ അവരും ഇപ്പോൾ അനുഭവിച്ചൊക്കെ ഈ പടം ഇറങ്ങുന്നതിന് വേണ്ടി. അതെ, ഇടയ്ക്ക് കുടുങ്ങി പോവുകയോ മറ്റുള്ള രീതിയൊക്കെ ആയിട്ട്. പിന്നെ അതിനകത്ത് നിന്ന് അവർ തരണം ചെയ്ത് അവരിപ്പോൾ പടം റിലീസാകാൻ പോവുകയാണ്. ഇതിൽ എ റഹ്മാനും റസൂൽ പൂക്കുട്ടിയെ പോലുള്ള വലിയ ആൾക്കാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്.
അപ്പോൾ അതൊക്കെ കേട്ട സമയത്ത് ഇത് സിനിമ പുറത്തു വരാൻ പോകുമ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. ഈ ഈ റസൂൽ പൂക്കുട്ടിയൊക്കെ ഞാൻ നേരത്തെ തന്നെ അവിടെ ഞാൻ വേറെ ഇവിടെ വന്നായിരുന്നു, ലോക കേരള സഭ വന്നായിരുന്നു. അപ്പോൾ അവരെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. അന്നേ അവർ ഇതുപോലെ പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്, ഞങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും കണ്ട് അത് വന്നെല്ലാം നമ്മൾ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമുണ്ടായിരുന്നു ആ. ഈ അവസാന ഘട്ടത്തിലാണ് നജീബിനെ പൃഥ്വിരാജ് കാണുന്നത്, അതായത് ഷൂട്ടിന്റെ അവസാനത്തെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ബ്ലസ്സിയും പൃഥ്വിരാജും തമ്മിലുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചത്. അതെ, കാരണം ഞാനും ബെന്യാമിൻ സാർ കൂടെ ഇവിടെ ബ്ലസ്സിയുടെ സാറിൻ്റെ വീട്ടിലായിരുന്നു പോയായിരുന്നു, എന്നെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചെല്ലാം ഞാൻ പറഞ്ഞ് കൊടുത്തായിരുന്നു. അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ പിന്നെ ഇത് ഇതിനകത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അതേപോലെയൊക്കെ ചെയ്യിച്ചാൽ മതിയല്ലോ. പക്ഷെ അതേപോലെയൊക്കെ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് അന്ന് പൃഥ്വിരാജിനെ കണ്ടപ്പോൾ സംസാരിച്ചതായിട്ട് പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഈ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അതൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു അല്ലേ? ചോദിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചു, എല്ലാ സന്തോഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് വരികയെന്ന്, എല്ലാം കറക്റ്റാ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും കണ്ടായിരുന്നു. ഇവിടെ ഈ ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ ഇപ്പം മനസ്സിൻ്റെ നില തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണിത്. പക്ഷേ മനസ്സിൻ്റെ നില തെറ്റാതെ എന്ന് പറയാൻ പറ്റില്ല, ചിലയിടങ്ങളിലൊക്കെ പാളിപ്പോയിട്ടുണ്ടാവും. നജീബിൻ്റെയും മനസ്സിൻ്റെ നില തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇവരൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്? എന്തെങ്കിലും ഒരു അവസരത്തിൽ അവർ രക്ഷപ്പെടുമെന്ന് അവർക്കും തോന്നി, തിരിച്ചു വരുമെന്നുള്ള ചിന്ത. മോനെ ഒരു കുട്ടിയായപ്പോൾ അവർക്കൊരു സമ്മാനം കൂടെ കിട്ടി, ഒരു കുട്ടിയെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം ഞാനും എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പിന്നെ ആ മനസ്സിനകത്ത് എല്ലാവരും അങ്ങനെ പറഞ്ഞ് വരുമെന്ന് എല്ലാവരും വരും. പിന്നെ നമ്മൾക്ക് അറിയാവുന്ന നേർച്ചകളും മറ്റതും മറിച്ചതും എല്ലാം ഇതുപോലെ അങ്ങനെ കാണിക്കണം, ആരെയുടെ കയ്യെങ്കിലും കണ്ണിൽ എന്നെ കാണിക്കണമെന്നും പറഞ്ഞൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവർ സഹിച്ച് പിടിച്ചൊക്കെ ഇങ്ങനെ നിന്നത്. ഈ ഓടുന്ന സമയത്ത് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞ സ്ഥലത്തൂടെ ഓടുന്നത്. അതൊന്നും അന്നേരം എനിക്ക് അവിടുത്തെ ആ എന്തോന്ന് വെച്ചാൽ അതൊന്നും ഒരു ഇതായിട്ട് ഞാൻ തോന്നുന്നില്ല. അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒറ്റമതേ ഉള്ളൂ. അല്ലാതെ എത്ര കഷ്ടപ്പെട്ടാലും ശരി തന്നെ അവിടുന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു റോഡിൽ ചെന്ന ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ ചെന്ന് വീഴണമെന്നുള്ളൊരു മനസ്സേ ഉള്ളൂ. പിന്നെ പക്ഷെ ഇത്രയും ദൂരം ഓടിയത് നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് മരിച്ച് ജീവിച്ച് വരുന്ന ഒരാൾ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിലല്ലേ വരുന്നത്. പിന്നെ അന്നും ഇതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എന്താ എപ്പോഴും ഓർമ്മ ഇത് തന്നെയാണ്. എൻ്റെ വാപ്പ ഉണ്ടാകും, ഒന്നാമത് സുഖമില്ലാത്ത ആളായിരുന്നു. പിന്നെ ഭാര്യ ഇതുപോലെ ഗർഭിണിയായിട്ടിരിക്കുമായിരുന്നു, പ്രസവിച്ചിട്ടുണ്ടോ, കുട്ടിയായോ, എന്തൊക്കെയോ മനസ്സിലെന്ത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. രക്ഷപ്പെട്ടു വന്നപ്പോൾ വാപ്പ ഒക്കെ എങ്ങനെയായിരുന്നു? വാപ്പ ഒന്ന് കരഞ്ഞ്. പിന്നെ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ ഇതേപോലെ ഈ ചെറുക്കൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴൊക്കെ അപ്പം കരയുമായിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം പണ്ടുപോലെ സ്നേഹമാണ്. ഞാൻ ഈ പിന്നെ നാട്ടിലുള്ളപ്പോൾ കല്യാണം കഴിച്ചിട്ട് വാപ്പാടെ കെട്ടിന് താഴെ വന്ന് കിടക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വാപ്പാടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ഇതാണ്. കഥാനായിക സഫിയത്ത് കൂടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഹായ്. സങ്കടമുള്ള കാര്യമായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. പക്ഷെ അന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് 2 വർഷം കാണാതാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു നിന്നെന്നുള്ളതാണ്. അന്വേഷിച്ച് പോയില്ലേ? സർക്കാർ സംവിധാനങ്ങളിലൊക്കെ അന്വേഷിച്ചായിരുന്നു അന്ന്? ഇല്ല, അന്ന് അങ്ങനൊന്നും അന്വേഷിച്ചിട്ടില്ല. അല്ലാതെ എൻ്റെ ബന്ധുക്കാർ അവിടെ പോയി അന്വേഷിച്ചു. അന്നേരം ഒരു മരുഭൂമിയിലും അവർക്ക് അറിയാവുന്നിടത്തെല്ലാം പോയി അന്വേഷിച്ചിട്ടും ആളിൻ്റെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഈ ബഹറിൽ ഉണ്ടായിരുന്നവർ പോയി അവിടെ? അല്ല, ബഹറിലല്ല, അവിടെ സൗദി തന്നെ ആദ്യം പോയ. വേറെ വിസയിലല്ലേ നമ്മൾ പോയേക്കുന്നത്, ഞങ്ങളുടെ ബന്ധുക്കാർ തന്ന വിസയിലാണ് പോയത്. പക്ഷെ അവർ വിളിക്കാൻ ചെന്നപ്പോൾ അറബി കൊണ്ടുപോയി കഴിഞ്ഞു, എയർപോർട്ടിൽ നിന്ന് ആളിനെ അറബി കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ അവർ ചെന്നപ്പോൾ ആളില്ല. അങ്ങനെ അവരും ആൾ മിസ്സായെന്ന് പറഞ്ഞാൽ അവരും പലയിടത്തും തിരക്കി. പക്ഷേ പിന്നെ മരുഭൂമിയിലാന്ന് അവർക്കും അറിയത്തില്ലല്ലോ കൊണ്ടുപോയേക്കുന്നത്. അവർ അറിയാവുന്നിടത്തൊക്കെ തിരക്കി ആളിനെ കണ്ടു കിട്ടിയില്ല. അവർ പിന്നെ തിരിച്ചു പോയിട്ട് ഇതുപോലെ വിളിച്ച് പറഞ്ഞ വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ അച്ചാടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പിന്നത്തെ ഒന്നും നമുക്ക് അറിയത്തില്ല ആളെവിടാ പോയതെന്ന്. അത് വല്ലാത്തൊരവസ്ഥ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ആള് ഇത്രയും പോയിട്ടും വിവരമില്ലെന്ന് അറിയുമ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? ആദ്യത്തെ കത്ത് കിട്ടുമ്പോൾ എന്തായിരുന്നു?
ആദ്യത്തെ കത്ത് ഇവിടെ ഒരെണ്ണം വന്നെന്നിങ്ങനെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണ്. അവിടുന്ന് എൻ്റെ വാപ്പ ഇവിടെ വന്ന് അന്വേഷിക്കാനായിട്ട് വന്നപ്പം കത്ത് കിട്ടിയത് വായിച്ച് ആർക്കും വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഇതാണെന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പം പുറത്ത് അതിലത്തെ ആളാരണ്ടാ വായിച്ചെല്ലാവരെയും കേൾപ്പിച്ചത്. അപ്പം മൊത്തം എല്ലാവരും കരച്ചിലാണ്. അന്നേരം അത് വന്ന് വാപ്പ കേട്ട് എൻ്റെ അടുത്ത് വന്ന് അതൊന്നും പറഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല, ആളുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഒരു കുടുക്കിപ്പെട്ടിരിക്കുക, പെട്ടെന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റത്തില്ല, ആള് ജീവിച്ചിരിപ്പുണ്ട്, വിഷമിക്കണ്ട, നമുക്ക് ആളിനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ വന്ന് എന്നെ സമാധാനിപ്പിച്ചു. അപ്പം ഞാൻ ഗർഭിണിയായിട്ട് നിൽക്കുമല്ലേ. അന്നേരം അങ്ങനെ സമാധാനിപ്പിച്ച. പക്ഷെ നമുക്ക് ഭയങ്കര വിഷമവും അതിൽ നിന്ന് ഒരുപാട് അസുഖങ്ങളുണ്ടായി, ടെൻഷൻ കയറിയിട്ട് അസുഖം ഉണ്ടായി. പിന്നെ ഞാനും ഓർത്ത് ഒരു വിവരമില്ലെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ ഓർത്ത് മരിക്കാം എന്ന് ഓർത്തു. ജീവിച്ചിരുന്നതിനെ ആള് തിരിച്ച് വരുത്തുമില്ല, നമ്മളും ജീവിച്ചിട്ട് എന്താ അന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർത്തൊരു കുഞ്ഞുണ്ടല്ലോ വയറ്റിൽ, അതിനെ നശിപ്പിക്കേണ്ടാലോ എന്ന് ഓർത്ത് വീണ്ടും പിടിച്ചു നിന്ന്. ദൈവം ധൈര്യം തന്ന അന്നേരം അങ്ങനെ പിടിച്ചു നിന്ന്. വീട്ടുകാരും നല്ല സപ്പോർട്ട് ചെയ്തു. വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ആളിനെ തിരിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന പടച്ചവൻ നമ്മളെ കൈവിടത്തില്ലെന്ന് പറഞ്ഞു. എന്നെങ്കിലും തിരിച്ച് വരും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴായി കത്തിൻ്റെ വിവരം അറിയുന്നതും ആളൊട്ടത്തറിയുന്നതും ഒക്കെ. പിന്നെ അവിടെ നിന്ന് ഈ പറയുന്ന ജയിലിൽ എത്തുമ്പോഴാണല്ലോ വാർത്തകൾ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് പിന്നെ കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പെന്ന പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ വന്നു കയറുമ്പോഴും ഞാൻ നമസ്കാരപ്പാലിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എത്തിച്ചു തരണം, ഞങ്ങളെ കാണിച്ചതാണെന്നും പറഞ്ഞ് പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് കയറുന്നത്. സത്യത്തിന് ഞങ്ങളുടെ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് വരുന്നത് രാത്രിയിലത്തെ. അപ്പോൾ അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. മോനാ ചോറൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അന്നേരം വാപ്പ വന്ന് കയറുന്നു. അപ്പം ഇല്ല മുട്ടയടിച്ച് ജയിലിൽ നിന്ന് വരുമല്ലേ. അന്നേരം ഇവൻ പേടിച്ച് എൻ്റെ വാപ്പ അല്ല എന്ന് പറഞ്ഞ് എടുത്ത് ഓടിക്കളഞ്ഞു. പക്ഷേ ഈ നോവൽ വന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അന്നേരം ഞാൻ തീർത്തു പറയാം. അന്നേരം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, വന്നന്ന് ചോദിച്ചു എന്തോ പറ്റിയതാ, ഇത്രയും ഒരു വിവരവും ഇല്ലായിരുന്നു, എന്താ. അന്നേരം പറഞ്ഞു അതൊന്നും ഇനി അറിയണ്ട, എന്തായാലും ഇത്രയും വിഷമിച്ചില്ല, ഇനി അറിയണ്ട. ആളിന്റെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി അറിയണ്ട, ഇനി അതിനെ ഓർത്ത് വിഷമിക്കാൻ ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് നിർത്തി. പിന്നെ ഞാൻ എന്നാലും ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം അത് പെട്ടുപോയി അങ്ങനെ അതിനാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ലാസ്റ്റ് കഥ വായിച്ച ഞാൻ പൂർണ്ണ കാര്യങ്ങളെല്ലാം തീർത്തറിയുന്നതും എല്ലാം അറിയുന്ന അന്നേരം കഥ ഫുള്ള് ഞാൻ വായിച്ചു. ഒറ്റ ദിവസം കൊണ്ടിരുന്ന് വായിച്ചു. തീർത്തും അങ്ങനെ. അന്നേരം എൻ്റെ ആങ്ങളമാരും നാത്തൂമാരും 2 പേര് ഗൾഫിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അവിടെ വെച്ചാണല്ലോ ഇത് കിട്ടുന്ന കഥയാന്നേക്കാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ അളിയൻ്റെ നോവലായി, അന്ന് കുടുങ്ങിയ സംഭവമല്ല നോവൽ ആയി, ഇത്ത വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഇത്ത വാങ്ങിച്ച് വായിക്കാൻ. അങ്ങനെ എനിക്ക് ഒരാൾ തന്ന പുസ്തകം ഞാൻ വായിച്ച് അങ്ങനെ ആ കഥ അറിഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ടും അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അന്നേരം അത്രയും നമ്മുടെ അടുത്ത് പറയാൻ എന്തോ നമ്മളെ വിഷമിപ്പിക്കേണ്ട, അത്രയും വിഷമിച്ചില്ലേ എന്നുള്ളത് വെച്ചോണ്ടാ ഇനി അത് അറിയണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത്രയും എങ്ങനെയാ ഇത് മറച്ചു വെച്ചത്? അത്രയും പറഞ്ഞത് വിഷമിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെയും വിഷമിപ്പിക്കേണ്ടതാന്ന് വെച്ചിട്ട് ഞാൻ ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ആ ചിന്തയായിരിക്കും എപ്പോഴും മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരെ, എന്തിനാ പിന്നെ വേറെ നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ അനുഭവിക്കുന്നതെന്ന് വെച്ചിട്ട് പറയാൻ പറയത്തില്ല. ഒരുപാട് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുള്ളതാ. അല്ലേ പിടിച്ചു നിൽക്കത്തില്ലല്ലോ ഏതൊരു കാര്യം. ഇപ്പോഴാണേലും എന്തൊരു ഇത് വന്നാലും, ഒരു അസുഖം തന്നെ വന്നാലും നമ്മുടെ അടുത്ത് തീരെ വയ്യാന്ന് വരുമ്പോഴേ നമ്മുടെ അടുത്ത് തുറന്നു പറയത്തുള്ളൂ. അത് കുറച്ചൊക്കെ ഇതാണെങ്കിൽ അങ്ങ് കൊണ്ടുവേണം. നോവൽ വായിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കരഞ്ഞു പോയതാ. കരഞ്ഞെന്നാവോ, കരഞ്ഞതിന് കൈയും കണക്കുമില്ല അത് വായിച്ചു. അന്നേരം ഞാൻ ഓർത്ത് പഠിച്ചതിന് അന്നേരം ഞാനും വിചാരിച്ച പോലൊക്കെ തന്നെ ആണല്ലോ. നമ്മൾ മനസ്സിലിങ്ങനെ ഓരോന്നും ചിന്തിക്കുമല്ലോ, അറിയാതിരിക്കുമ്പോൾ വിവരങ്ങൾ അറിയാൻ എന്താ പറ്റിയത്, ഇനി മരിച്ചു പോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയെങ്കിലും ചെന്ന് കുടുങ്ങി രക്ഷപ്പെടാൻ വയ്യാതെ കിടക്കുവാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതേപോലൊക്കെ തന്നെ നോവൽ വായിച്ചപ്പോഴത്തേന് ഈ കത്തിൻ്റെയൊക്കെ ഇത് പറയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മളിത് വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു, പക്ഷെ അനുഭവിച്ചത് വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ സിനിമ ആവുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റും വലിയൊരു ക്രൂ ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലൊരു സന്തോഷവും കൂടെയാണ് അല്ലേ? ഭയങ്കര സന്തോഷമാണ്. അവര് ഉള്ള ലോകം അറിയുന്നില്ല, അവരങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ട് നമ്മൾ ലോകം അറിയും. കഥ വായിച്ചും കുറെ ആൾക്കാരെല്ലാം ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുകയും വിവരങ്ങൾ തിരക്കുകയും വന്നിട്ടുണ്ട് വീട്ടിൽ. എല്ലാരും പറഞ്ഞു ഇനിയിപ്പം സിനിമ ആകാൻ പോകുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാ പ്ലാൻ ചെയ്തത്?
പ്ലാൻ ചെയ്ത് സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് എല്ലാവരും പോകണമെന്നുണ്ട്. ഒന്നിച്ച് പോകണം. പിന്നെ ഈ നോയമ്പായതുകൊണ്ട് ഞങ്ങള് ഒരു പ്രാർത്ഥനയുടെ ടൈമൊക്കെ ആണ് ഇത്. അതാണ് നോമ്പ് സമയം സമയം. പിന്നെ ഞങ്ങളുടെ മരുമോന് വലിയ ആഗ്രഹം, മരുമോൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞിരിക്കും മോടെ ഹസ്ബൻഡ്. മോന് പിന്നെ ഇപ്പോഴങ്ങ് വരാനൊക്കത്തില്ല, വന്നിട്ട് പോയതേ ഉള്ളൂ, 3 മാസമേ ആള് പോയിട്ട്. എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് നിങ്ങളില്ല? ഞങ്ങളെ ഇല്ല, അത് പോകണമെന്നുണ്ട്. തീരുമാനിച്ചില്ല. ഇല്ല, എനിക്കെങ്കിലും പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇവരെ ഞാൻ പിന്നെ കാണണം, കൊണ്ടുപോയി പിന്നെ കാണിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം എനിക്കും ഞാൻ പോയി കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഒരുപാട് പേര് ഫ്രീ വിളിച്ചിരിക്കുക ഞങ്ങളുടെ കൂടെ അന്ന് വരണം, ഞങ്ങളുടെ കൂടെ അതെ, വരണം. അതെ. ഇപ്പൊ ലുലുന്ന് ഇന്നലെ വിളിച്ച് മാനേജർ വിളിച്ച് എന്റെ കൂടെ വാ നമുക്ക് പോയി കാണാം, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ടാവും, നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. പടം സക്സസ് ആവട്ടെ. ആമീൻ. താങ്ക് യു. താങ്ക് യു.